അകത്തേക്ക് കയറിയപ്പോൾ കണ്ടു ചെയറിൽ ചാരിയിരുന്ന് എന്തോ ആലോചിച്ചിരിക്കുന്ന സ്ത്രീയെ. ഗുഡ് മോർണിംഗ് സർ. അവൾ അവനെ നോക്കി വിഷ് ചെയ്തു. സ്ത്രീ ഒന്ന് ഞെട്ടിക്കൊണ്ട് അവളെ നോക്കി. അവൻ്റെ മനസ്സിലപ്പോൾ പുലർകാലത്തെ സ്വപ്നം കടന്നു വന്നു. പരസ്പരം ഇരുവരുടെയും നോട്ടം ഇടഞ്ഞിരുന്നു. ഒരേപോലെ ആ സ്വപ്നം രണ്ടുപേരും കണ്ടുവെന്നറിയാതെ അവർ പരസ്പരം നോക്കി. താനല്ലേ കണ്ടുള്ളൂ എന്നൊരാശ്വാസവും. മോനെവിടെ? മൗനം ഭേദിച്ചുകൊണ്ട് അവൾ തന്നെ ചോദിച്ചു. മോനെ ഞാൻ ഡേ കെയറിലാക്കി. 2 വയസ്സാകാറായില്ലേ അവന്. ഡേ കെയർ ആണ് നല്ലതെന്ന് തോന്നി. അവന്റെ വാക്കുകൾ കേട്ട് അവളുടെ ഉള്ളിലൊരു നൊമ്പരം വിടർന്നു. കുറച്ചു ദിവസം കൊണ്ട് തന്നെ ആരൂട്ടനുമായി അവൾ വല്ലാതെ അടുത്തിരുന്നു. വാടിയ മുഖത്തോടെ വിച്ചു തലയാട്ടി അവളുടെ സീറ്റിലേക്കിരുന്നു. അവൻ നിന്നിൽ നിന്നും അകലണം വെച്ചു. കാരണം നിന്നോട് അവൻ അത്രയ്ക്ക് അടുത്തുപോയി. നിനക്കും മറ്റൊരു വേദന കൂടി നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എല്ലാം അറിഞ്ഞ് എന്ന് നീ ഒരിക്കലും അറിയില്ല. മൗനമായി അവൻ അവളെ തന്നെ നോക്കി മനസ്സിൽ പറഞ്ഞു. പോസ്റ്റിൽ ആദർശിന് വന്ന പോസ്റ്റ്മാന് പൈസയും കൊടുത്തും മാധവി വാങ്ങി വെച്ചിരുന്നു. മായ അവളുടെ വീട്ടിലേക്ക് പോയതുകൊണ്ട് അവർക്കത് പൊട്ടിക്കാനോ വായിക്കാനോ അറിയില്ലായിരുന്നു. വൈകിട്ട് ഓഫീസിൽ നിന്നെത്തിയ ആദർശിനെ കണ്ട ഉടനെ തന്നെ അവർ ആ പോസ്റ്റ് എടുത്ത് കയ്യിൽ കൊടുത്തു. അവർ ആകാംക്ഷയോടെ അവനെയും ആ കവറിലും നോക്കി. കവർ പൊട്ടിച്ച ആ നോട്ടീസ് വായിച്ചവൻ്റെ കയ്യിൽ നിന്നും ആ പേപ്പർ ഊർന്ന് താഴെ വീണു. അവൻ്റെ നിൽപ്പും ഭാവവും കണ്ട് മാധവി സംശയിച്ചു നോക്കി. എന്താടാ അതിൽ? അവനവരെ ദേഷ്യത്തോടെ നോക്കി. ആ പേപ്പർ എടുത്ത് അവനവരുടെ കയ്യിൽ വെച്ചു കൊടുത്തു. വായിച്ചു ബോധിക്ക്. ഒരുപാട് നാളത്തെ നിങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലം. അവൻ്റെ ചുണ്ടുകളിൽ പുച്ഛം നിറഞ്ഞു. അവൻ തിരികെ സ്റ്റെപ്പ് കയറിയതും അവർ പുറകിൽ നിന്നും വീണ്ടും അവനെ വിളിച്ചു. എനിക്ക് വായിക്കാൻ അറിയാമെങ്കിൽ നീ വരുന്നവരെ ഞാൻ കാത്തിരിക്കുമോ? ഡിവോഴ്സ് നോട്ടീസ്. എന്നിൽ നിന്നും മോചനം നേടാൻ എൻ്റെ ഭാര്യ അയച്ചതാ. അത്രയും പറഞ്ഞ് ഒരു കാറ്റുപോലെ അവൻ മുകളിലേക്ക് പാഞ്ഞു. അവരുടെ കണ്ണുകൾ തിളങ്ങി. കയ്യിലിരിക്കുന്ന പേപ്പറിലേക്ക് നോക്കി അവർ ആഹ്ലാദത്തോടെ ഫോണെടുത്ത് മായയുടെ നമ്പറിൽ കോളാക്കി കാതോട് ചേർത്തിരുന്നു. എന്താ അമ്മായി? ഫോണെടുത്ത് താല്പര്യമില്ലാത്ത പോലെ മായ ചോദിച്ചു. ഒരു വിശേഷമുണ്ട് മോളെ. എന്ത് വിശേഷം? അമ്മായി തെളിച്ചു പറയുക. മോൾ ഇനി അധികം കാത്തിരിക്കേണ്ടി വരില്ല. ആ നശൂലം എൻ്റെ മോൻ്റെ തലയിൽ നിന്ന് ഒഴിഞ്ഞു പോവാൻ പോവാ. ഡിവോഴ്സ് നോട്ടീസ് അയച്ചു അവൾ. മായയുടെ കണ്ണുകൾ വിടർന്നു. അവളുടെ ചുണ്ടിൽ വിജയച്ചിരി നിറഞ്ഞു. സത്യമാണോ അമ്മായി? ആദർശന് ഒപ്പിട്ടോ? സത്യമാണ്. പക്ഷേ അവനത് എൻ്റെ കയ്യിലേക്ക് വലിച്ചെറിഞ്ഞ് കീറിപ്പോയി. ആ നശിച്ചവളെ ഇപ്പോഴും അവൻ മനസ്സിൽ കൊണ്ട് നടക്കുവാണെന്ന് തോന്നുന്നു. അവർ കടപ്പല്ലി ഞെരിച്ചുകൊണ്ട് പറഞ്ഞു. മായയുടെ മുഖം മങ്ങി. അമ്മായി വിഷമിക്കേണ്ട. ആദർശേട്ടന് ഒപ്പിടും. ഏട്ടന് അവളെപ്പോഴും താല്പര്യമൊന്നുമില്ല. പക്ഷേ താലി കെട്ടിയവളോടൊരു സോഫ്റ്റ് കോർണർ, അത്രയേ ഉള്ളൂ. അവളുടെ വാക്കുകൾ അവരെ ഒന്ന് തണുപ്പിച്ചിരുന്നു. മായ ഫോൺ കട്ട് ചെയ്തപ്പോൾ മാധവി സോഫയിലേക്കിരുന്ന് ഓരോന്നും ആലോചിച്ചു. എങ്ങനെയും വിച്ചുവിനെ അവൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന് അവർ തീരുമാനിച്ചു. അടച്ചിട്ട മുറിയിൽ തൻ്റെ കല്യാണ ആൽബം മറിച്ചു നോക്കിയിരിക്കുകയായിരുന്നു ആദർശ്. ആ ചിത്രങ്ങളിലൂടെ കഴിഞ്ഞ കാലം ഓരോന്നും അവൻ ഓർത്തെടുത്തു. കഴിയുമോ എനിക്ക് നിന്നോടുള്ള ബന്ധം അവസാനിപ്പിക്കാൻ? ശരിയാണ്, തെറ്റ് ചെയ്തു ഞാൻ. പക്ഷേ ഞാൻ ബന്ധങ്ങളിൽ ബന്ധനസ്ഥനാണ്. അച്ഛൻ ഉപേക്ഷിച്ചു പോയ 2 കുഞ്ഞുങ്ങളെ ഒറ്റയ്ക്ക് വളർത്തി വലുതാക്കിയ അമ്മയോട് എന്നും സ്നേഹവും ബഹുമാനവുമായിരുന്നു. അമ്മ പറയുന്നതിനപ്പുറം ഇന്നോളം മറ്റൊരു വാക്കില്ലേ തനിക്ക്? ഇല്ല, ഈ ലോകത്ത് ആദർശം ഒന്നിനു വേണ്ടിയും ആർക്കു വേണ്ടിയും ഞാൻ എൻ്റെ അമ്മയെ തള്ളിപ്പറയില്ല. ആൽബം എടുത്ത് അവൻ അലമാരയുടെ മുകളിലേക്ക് എറിഞ്ഞു. വിഡ്ഢിയായിരുന്നു അവൻ. അവൻ്റെ സ്നേഹം പെറ്റമ്മ അവനെതിരെ തൂങ്ങിയാടുന്ന വാളാക്കിയ അവരുടെ കുതന്ത്രങ്ങൾ അറിയാതെ പോയ വിഡ്ഢി. സർ, സാറിനെ കണ്ടു പരാതി പറയാൻ ഒരു പെൺകുട്ടി വന്നിട്ടുണ്ട്. ഏതോ കേസിൻ്റെ ഫയൽ നോക്കിക്കൊണ്ടിരുന്ന വിധു കോൺസ്റ്റബിൾ വാര്യർ വന്ന് പറഞ്ഞതും തല ഉയർത്തി നോക്കി. പരാതി എഴുതി വാങ്ങിയോ? അതൊക്കെ എഴുതി. പക്ഷെ സാറിനെ കണ്ടിട്ടേ പോകുന്നു വാശിയാ കൊച്ചിന്. അവൻ്റെ മുഖം ചുളിഞ്ഞു. വരാൻ പറ വാര്യരേട്ടാ. അവൻ പറഞ്ഞതും വാര്യർ അവനെ ഒന്ന് നോക്കി. എന്തേ? വിധു മുഖം ചുളിച്ചു നോക്കി. സാറെന്നെ പേര് വിളിച്ചൂടെ? ഇവിടുത്തെ CI സാധാരണ PCI എന്നെ അങ്ങനെ വിളിക്കുമ്പോൾ? വിധു ഒന്ന് ചിരിച്ചു. ഞാൻ CI ആയിരുന്നു എഴുതി അച്ഛനെ ശങ്കര എന്ന് വിളിക്കുമോ? ഞാൻ കുട്ടിയായിരുന്നപ്പോൾ മുതൽ ഈ മാധവ വാര്യരെ കണ്ടു വളർന്നവനല്ലേ. ഞാൻ അങ്ങനെ വിളിക്കൂ. അദ്ദേഹം മനസ്സ് നിറഞ്ഞ് പുറത്തേക്കിറങ്ങി. പുറത്ത് അദ്ദേഹത്തെ കാത്തു നിന്നവൾ അക്ഷമയോട് നോക്കി. കുട്ടി അകത്തേക്ക് ചെന്നോളൂ. അതും പറഞ്ഞ് അദ്ദേഹം പോയി. അവൾ അനുവാദം ചോദിച്ചുകൊണ്ട് ഉള്ളിൽ കയറി. അവൻ്റെ മുഖം ചുരുങ്ങി. നീ എന്താ ഇവിടെ? അവൻ സംശയത്തിൽ ചോദിച്ചു. ഒരു പരാതിയുണ്ട്. മോഷണം. അവൾ അവനെ നോക്കി കൂർപ്പിച്ചുകൊണ്ട് പറഞ്ഞു. വിധുവിൻ്റെ മുഖത്ത് സംശയം തെളിഞ്ഞു. എന്താ മോഷണം പോയത്? എൻ്റെ ഹൃദയം. അവൻ്റെ വായ തുറന്നുപോയി. സാറിന് മനസ്സിലായല്ലേ? എൻ്റെ ഹൃദയം പണ്ടേ ഒരാൾ മോഷ്ടിച്ചു.
എനിക്കെൻ്റെ ഹൃദയം വേണം. അവൻ പല്ല് കടിച്ച് അവളെ നോക്കി. മേശമേൽ മുഖത്ത് കയ്യൂന്നി അവൾ കുസൃതിയോടെ അവനെ നോക്കി. എഴുന്നേറ്റ് പൊടി. നിന്റെ ഭ്രാന്ത് കാണിക്കാനുള്ള സ്ഥലം ഏത്? എനിക്ക് വേറെ പണിയുണ്ട്. ചെയറിൽ ചാരിയിരുന്നു കൊണ്ട് ദേഷ്യത്തിൽ അവൻ പറഞ്ഞു. അവൻ്റെ ചുണ്ടിൽ വിരിഞ്ഞ കുസൃതി ചിരി അവൾ കണ്ടിരുന്നു. ഭ്രാന്തല്ല സാർ, ഒരു പാവം നിഷ്കളങ്കയായ പെണ്ണിൻ്റെ ദീനരോദനം. എൻ്റെ പ്രാണനാഥൻ എൻ്റെ ഹൃദയം മോഷ്ടിച്ച് കടന്നു കളഞ്ഞു. ആളിനിപ്പോൾ എന്നെ വേണ്ട. അവസാനം അവളുടെ ശബ്ദമിടറിയിരുന്നു. അവനൊന്ന് അവളെ നോക്കി. ഉള്ളിൽ ഒരു നോവുണിരുന്നത് അവനും തിരിച്ചറിഞ്ഞു. അരുണി, എന്താ ഇത്? മതി. അവൻ വല്ലാതായി അവളെ നോക്കി പറഞ്ഞു. അവളൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. ഒന്ന് കാണാൻ തോന്നി, അതാ ഞാൻ. വീട്ടിൽ വേറെ ആലോചനയ്ക്കുള്ള തട്ടിക്കൂടൽ നടത്തുന്നുണ്ട്. പ്രതീക്ഷിച്ച ആളിൽ നിന്നൊരു മറുപടി ഇതുവരെയും കിട്ടാത്തോണ്ട് അച്ഛൻ വേറെ നോക്കാൻ പോകുന്നു. വയസ്സ് 25 ചിരിച്ചുകൊണ്ട് ഇടർച്ചയോടെ പറയുന്ന അവളെ കണ്ട് അവൻ വല്ലാതെയായി. അവനെ കൂടുതൽ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി അവൾ വിഷയം മാറ്റി. പിന്നെ ഒരു ഗുഡ് ന്യൂസ് കൂടി പറയാനുണ്ട്. എനിക്ക് കമ്പനി ട്രാൻസ്ഫർ വന്നു. എവിടേക്ക്? വിധു സംശയത്തോടെ ചോദിച്ചു. എൻ്റെ കളിക്കൂട്ടുകാരിയും ചങ്കും ഭാവി നാത്തൂനുമായ വിച്ചു എന്ന വിസ്മയ ശങ്കറിൻ്റെ അരികിലേക്ക്. അത് ശരി, ഭാവി നാത്തൂനാണെന്ന് നീ ഒറ്റയ്ക്ക് അങ്ങ് തീരുമാനിച്ചാൽ മതിയോ? അതിനവളുടെ ഏട്ടൻ കൂടി സമ്മതിക്കണ്ടേ? അവൻ കുറുമ്പോടെ ചോദിച്ചു. എന്തു പറയാനാ സാർ, ആ കരടി അമ്പലും വില്ലും അടുക്കുന്നില്ല. കരടി നിൻ്റെ പറ്റ. അവൻ അവൾക്ക് നേരെ കൈയൊങ്ങിക്കൊണ്ട് പറഞ്ഞു നിർത്തി. എന്താ നിർത്തിയത്? ബാക്കി പറ. അവൾ അവനെ നോക്കി കുസൃതിയോടെ ചോദിച്ചു. മര്യാദയ്ക്ക് പോകാൻ നോക്ക്, അല്ലെങ്കിൽ കാര്യനിർവഹണം തടസ്സപ്പെടുത്തിയതിന് പിടിച്ച് ഞാൻ ലോക്കപ്പിലിടും, അവൻ കപട ഗൗരവത്തിൽ പറഞ്ഞു. അവൾ അവനെ ഒന്ന് പുച്ഛിച്ചു നോക്കിക്കൊണ്ട് എഴുന്നേറ്റു. അവൻ ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിയോടെ ചെയറിലിരുന്നു. കോണാടി കോന്താരി, ഇനി ഏത് കോന്തനാണ് കിട്ടുന്നതെന്ന് മീശത്തുമ്പ് കടിച്ചു പിടിച്ച് അവൻ ചെയറിൽ ചാരിയിരുന്നു. ഓഫീസിലിരിക്കുമ്പോഴാണ് ആദർശിൻ്റെ ഫോൺ റിങ് ചെയ്യുന്നത്. അവൻ ഡിസ്പ്ലേയിലേക്ക് നോക്കി. വിളിക്കുന്ന ആളുടെ പേര് കാണിച്ചതും അവൻ്റെ മുഖം വെപ്രാളത്താൽ ചുരുങ്ങി. കുറച്ചു സമയം റിങ് ചെയ്തിട്ടാണ് ആദർശ് ഫോൺ എടുത്തത്. വീട്ടിലേക്കൊരു പോസ്റ്റ് വന്നിരുന്നല്ലോ, തിരികെ മറുപടി എന്താ ഇതുവരെ വരാത്തത്? എടുത്തുടനെ വന്ന് വിധുവിൻ്റെ പരുക്കമായ സംസാരം ആദർശിനെ അലസ്വരപ്പെടുത്തി. മറുപടി ഞാൻ പറഞ്ഞല്ലോ, ഒപ്പിടാൻ എനിക്ക് കുറച്ച് സമയം വേണം. അങ്ങനെ പെട്ടെന്ന് അറുത്തു മുറിച്ച് കളയാൻ പറ്റുമോ എനിക്ക്? വിധുവിൻ്റെ മുഖം വലിഞ്ഞു മുറുകി. അതെന്നോടല്ല മിസ്റ്റർ ചോദിക്കേണ്ടത്. മാസങ്ങൾക്ക് മുമ്പ് സ്വന്തം മനസ്സാക്ഷിയുടെ ആയിരുന്നു. അന്ന് നിങ്ങൾക്ക് വ്യക്തമായൊരു ഉത്തരം ഉണ്ടായിരുന്നു. മര്യാദയ്ക്ക് ഒപ്പിട്ട് തിരിച്ചു കിട്ടോ, അതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ആദർശിൻ്റെ മുഖത്ത് ദേഷ്യം ഇരച്ചു കയറി. നീ എന്നെ ഭീഷണിപ്പെടുത്തുവാണോ? രണ്ടുപേരും പരസ്പരം സമ്മതിച്ച് ഒപ്പിടുന്നതല്ലേ മ്യൂച്വൽ ഡിവോഴ്സ്. തൽക്കാലം ഞാൻ ഒപ്പിടുന്നില്ല. അങ്ങനെ ഇപ്പോൾ നിൻ്റെ അനിയത്തി പെട്ടെന്ന് എന്നിൽ നിന്ന് മോചനം നേടണ്ട, ആദർശ് വാശിയോടെ പറഞ്ഞു. വിധു മുഷ്ടി ചുരുട്ടി പിടിച്ച് പല്ലും കടിച്ചു. അവൾ ഈ വിഹാൻ ശങ്കറിൻ്റെ അനിയത്തിയാണെങ്കിൽ നിങ്ങളിൽ നിന്ന് മോചനം നേടിയിരിക്കും. ഇനിയും തനിക്കും തൻ്റെ അമ്മയ്ക്കും പന്ത് തട്ടാൻ ഇട്ട് തരില്ലടാ ഞാൻ അവളെ. ഇനിയും അവളെ ദ്രോഹിക്കാൻ വല്ല ഉദ്ദേശവും മനസ്സിലുണ്ടെങ്കിൽ അതങ്ങ് മാറ്റി വെച്ചേക്കാം. പിന്നെ ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കാം, താൻ അതിൽ ഒപ്പിട്ടില്ലെങ്കിൽ ഇനിയുള്ള കാലത്ത് തൻ്റെ അമ്മയ്ക്ക് ജയിലിൽ സുഖമായി കിടക്കാം. മനസ്സിലായില്ലെങ്കിൽ പറഞ്ഞു തരാം. മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചതിനും വധശ്രമത്തിനും കൂടി ഞാൻ കേസ് ഫയൽ ചെയ്താൽ തൻ്റെ അമ്മയുണ്ടല്ലോ അഴി എണ്ണേണ്ടി വരും, ഓർത്തോ. അത്രയും പറഞ്ഞ് വിധു ഫോൺ വെക്കുമ്പോൾ ഇടിവെട്ടേറ്റതുപോലെ ആദർശ് ഇരുന്നു പോയി. പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുന്നവനാണ് വിധു എന്ന് അവനറിയാമായിരുന്നു. മാത്രവുമല്ല, ഇങ്ങോട്ട് ട്രാൻസ്ഫറായി വന്നത് തന്നെ വിച്ചുവിന് വേണ്ടിയായിരുന്നു. ആദർശ് തലയിൽ കൈവച്ച് കുനിഞ്ഞിരുന്നു. മുന്നിലിരിക്കുന്ന ചുവന്ന നാടയിൽ കുരുങ്ങിയ ഫയലുകൾ പോലെയാണ് താനും ഇപ്പോഴെന്ന് അവനോർത്തു. തള്ളാനും കൊള്ളാനുമാവാതെ അവൻ്റെ മനസ്സ് നിലയില്ലാ കയത്തിൽ പെട്ടുപോയി പാഴ്വഞ്ചിയെപ്പോലെ ദിശ തെറ്റിയിരുന്നു. വൈകിട്ട് ഓഫീസിൽ നിന്നും ഇറങ്ങുമ്പോഴായിരുന്നു ശ്രീയുടെ ഫോണിലേക്ക് വിധുവിൻ്റെ കോള് വന്നത്. സംശയത്തോടെ അവൻ കോളെടുത്തു. ഹലോ വിധുവേട്ടാ. ആ ശ്രീ, താൻ ഇറങ്ങിയോ? ഇല്ല, ഇറങ്ങാൻ തുടങ്ങുമായിരുന്നു. എന്തു പറ്റി? ശ്രീ നെറ്റി ചൊളിച്ചുകൊണ്ട് ചോദിച്ചു. അത് വിച്ചുവിനെ ഒന്ന് വീട് വരെയാക്കാമോ? അച്ഛൻ്റെ ഓപ്പോൾക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലിലാക്കി. അച്ഛനും അമ്മയും അങ്ങോട്ട് പോയേക്കുക. ഞാനാണേ രാത്രിയേ എത്തുള്ളൂ. അവളെ ഒറ്റയ്ക്ക് വിടാൻ ഒരു ഭയം. അരുണി വന്ന് കൂട്ടു നിന്നോളും. വിധു ആദിയോടെ പറഞ്ഞതും അതേ ആദി ശ്രീയിലേക്കും പടർന്നു. പക്ഷേ അവർ അവിടെ തനിച്ചാവില്ലേ ഏട്ടാ? ആദർശി ചിലപ്പോൾ പ്രശ്നം ഉണ്ടാക്കിയാലോ? ശ്രീ അവൻ്റെ മനസ്സിൽ തോന്നിയത് പറഞ്ഞു. അതാണ് എനിക്കും ഒരു ഭയം. ചിലപ്പോൾ വല്ല ചീപ്പ് വേലയുമായിട്ട് അയാളങ്ങോട്ട് വന്നെന്നിരിക്കും. എങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ, തൽക്കാലം വിച്ചു എൻ്റെ ഒപ്പം എൻ്റെ വീട്ടിലേക്ക് വരട്ടെ. അവിടെ ആകുമ്പോൾ അമ്മയും ആരുട്ടും ഉണ്ടല്ലോ. വിധു ഒന്ന് ആലോചിച്ചു. പക്ഷേ അത് വിധു എന്നാൽ
തൃപ്തനല്ലായിരുന്നു. ഞാൻ നോക്കിക്കോളാം ഏട്ടാ, ഏട്ടൻ ടെൻഷൻ അടിക്കണ്ട. മോനെ അവൾക്ക് വലിയ കാര്യമാണ്. മോനും അവളെ ജീവനാണ്. ഏട്ടൻ അരുണിനോട് പറഞ്ഞേക്കൂ, അവൾ കാത്തു നിൽക്കും. ഇല്ലെങ്കിൽ വിധുവിൻ്റെ മുഖം തെല്ലൊന്നയഞ്ഞു. ഞാൻ വിളിച്ചു പറയാം. എൻ്റെ കുഞ്ഞിനെ നോക്കിക്കോണേ ശ്രീ. ഒരേട്ടൻ്റെ ആധി അവൻ്റെ വാക്കുകളിൽ നിറഞ്ഞു. ഞാനല്ലേ പറയുന്നേ, ഞാൻ നോക്കിക്കോളാം. ഏട്ടൻ ധൈര്യമായിട്ടിരുന്നോളൂ. ശ്രീ പുഞ്ചിരിയോടെ ഫോൺ വെച്ചു. ഓഫീസിന് പുറത്തിറങ്ങി വിധുവിനെ കാത്തു നിൽക്കുമ്പോഴാണ് ശ്രീ കാറിൻ്റെ കീയുമായി വിച്ചുവിൻ്റെ അടുത്തേക്ക് വന്നത്. വിച്ചു വിളി കേട്ട് അവൾ തിരിഞ്ഞു നോക്കി. വിധുവേട്ടൻ വിളിച്ചിരുന്നു. വിച്ചു എന്നോടൊപ്പം. വിച്ചു അവൻ്റെ പറച്ചിൽ കേട്ട് നെറ്റി ചുളിച്ചു നോക്കി. വന്നോളൂ. ശ്രീ വിധു സംസാരിച്ച കാര്യങ്ങളെല്ലാം അവളോട് പറഞ്ഞു. അവൾ വല്ലായ്മയോടെ അവനെ ഒന്ന് നോക്കി. ഞാൻ പോയിക്കോളാം വീട്ടിലേക്ക്. ഏട്ടൻ രാത്രി എത്തുമല്ലോ. വിച്ചു എങ്ങോട്ടോ നോക്കി പറഞ്ഞതും ശ്രീ അവളെ കൈകെട്ടി നോക്കി നിന്നു. അവൻ്റെ മുഖത്തെ ഗൗരവം കണ്ട് അവൾ അവനെ തന്നെ നോക്കി. ഇപ്പോൾ വിസ്മയശങ്കറിൻ്റെ ഉത്തരവാദിത്വം എൻ്റെ കയ്യിലാണ്. തൻ്റെ ഏട്ടന് ഞാൻ വാക്ക് കൊടുത്തതാ നോക്കിക്കൊള്ളാമെന്ന്. ഇനിയും നിന്ന മോനെ വിളിക്കാൻ ലേറ്റാവും. താൻ വാ. വിച്ചുവിൻ്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ ശ്രീ കാറിനടുത്തേക്ക് നടന്നു. വിച്ചു താല്പര്യമില്ലാത്ത പോലെ അവൻ്റെ പിന്നാലെയും. പുറകിൽ കയറി അവൾ ഡോറടച്ചു. ശ്രീ അവളെ നോക്കിയെങ്കിലും അവൾ അവനെ നോക്കാതെ അവിടെ തന്നെ ഇരുന്നു. അപ്പോൾ അവളുടെ ഫോണിലേക്ക് വിധുവിൻ്റെ വോയിസ് മെസ്സേജും വന്നിരുന്നു. ശ്രീയുടെ കൂടെ വീട്ടിൽ നിൽക്കണമെന്നും രാത്രി ഏട്ടൻ വന്ന് വിളിച്ചു കൊള്ളാമെന്നും അവൻ പറഞ്ഞു. വിച്ചു ഒരു നെടുവീർപ്പോടെ കാറിൽ ചാരിയിരുന്നു. ശ്രീക്ക് അവളുടെ മൗനം അലസോരമായി തോന്നിയെങ്കിലും അവളോടൊന്നും സംസാരിക്കാൻ അവൻ പോയില്ല. കുറച്ചു സമയം കഴിഞ്ഞ് ഒരു ഡേ കെയറിൻ്റെ മുന്നിലാണ് അവൻ്റെ കാറ് വന്നു നിന്നത്. വിസ്മയ അവനെ നോക്കി. ശ്രീ സീറ്റ് ബെൽറ്റ് ഊരി അവളെയും നോക്കി. മോൻ കാത്തിരുന്ന് ഉറങ്ങിക്കാണും. ശ്രീ ഡോറ് തുറന്ന് ഇണങ്ങിയപ്പോൾ വിച്ചുകൂടി പുറത്തിറങ്ങിയിരുന്നു. അവൾക്ക് ആരൂട്ടിനെ കാണാൻ വല്ലാത്ത കൊതി തോന്നി. ഡേ കെയറോട് ചേർന്ന് തന്നെ ഒരു വീടുണ്ടായിരുന്നു. അവിടെ നിന്നും 40 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു സ്ത്രീ ആരൂട്ടിനെയും എടുത്തുകൊണ്ട് വെളിയിലേക്ക് വന്നു. ശ്രീയെ കണ്ടതും അവൻ പാൽപുഞ്ചിരി തൂകി അവന് നേരെ കൈ നീട്ടിയിരുന്നു. ശ്രീ അവനെ വാങ്ങി അവൻ്റെ നെറ്റിയിൽ ഉമ്മ വെച്ചു. അവന് ഉറങ്ങിയില്ലേ മഞ്ജുച്ചി? ഇല്ല കുഞ്ഞെ, ഇന്ന് ഉറങ്ങിയിട്ടേയില്ല. ഇന്ന് മുഴുവൻ സമയവും കളിയായിരുന്നു. അച്ഛനെ പോലെയാണല്ലോ മോനും, ശാന്ത സ്വഭാവക്കാരനാ. അതും പറഞ്ഞ് അവർ ചിരിയോടെ ആരൂട്ടൻ്റെ കവളിൽ തലോടി. എന്നാൽ ഞാൻ പോട്ടെ ചേച്ചി. പോയിട്ട് വാ. ആരൂട്ടൻ അവർക്ക് നേരെ കൈവീശി കാണിച്ചു. അവരും അവന് തിരികെ കൈവീശി. കാറിനടുത്തെത്തിയപ്പോൾ വിച്ചുവിനെ കണ്ട് ആരൂട്ടൻ്റെ കണ്ണുകൾ വിടർന്നു. അവൻ സന്തോഷത്തോടെ അവൾക്ക് നേരെ കൊഞ്ചലോടെ കൈ നീട്ടിയപ്പോൾ ഞെട്ടിത്തെറിച്ചു നിൽക്കുകയായിരുന്നു ശ്രീയും വിച്ചുവും. അവൻ്റെ അമ്മയെന്നുള്ള വിളി കേൾക്കെ അവളുടെ ഉള്ളൊന്ന് പിടഞ്ഞു. യാന്ത്രികമായി വിച്ചു അവന് നേരെ കൈ നീട്ടി. ആ നിമിഷം തന്നെ ആരൂട്ടൻ വിച്ചുവിലേക്ക് ചാഞ്ഞ് അവളുടെ കവളിൽ കടിച്ചു. ആരൂട്ടൻ അപ്പോഴും അവൻ്റെ സന്തോഷം പ്രകടിപ്പിക്കുന്നത് കവളിൽ കടിച്ചുകൊണ്ടായിരുന്നു. വിച്ചു അവനെ നെഞ്ചോട് ചേർത്ത് അവൻ്റെ കവളിൽ ഉമ്മ വെച്ചു. രണ്ടുപേരുടെയും ആത്മബന്ധം കൗതുകത്തോടെ അതിലുപരി അസ്വസ്ഥതയോടെ സ്ത്രീ നോക്കി നിന്നു. തിരികെയുള്ള യാത്രയിൽ വിച്ചുവിൻ്റെ നെഞ്ചിൽ ചാഞ്ഞു അവളോട് എന്തൊക്കെയോ കാര്യങ്ങൾ കൊഞ്ചി കൊഞ്ചി പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു ആരൂട്ടൻ. അവനെ കൊഞ്ചിച്ച് അവന് മറുപടി കൊടുക്കുകയും അവനോട് ഓരോന്ന് കൊഞ്ചി പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു വിച്ചു. മിററിൽ കൂടി ശ്രീ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. പേരറിയാത്തൊരു അസ്വസ്ഥതയും ഒരു പിടച്ചിലും അവൻ്റെ ഉള്ളിൽ മുളപൊട്ടി. വീണ്ടും മിററിൽ നോക്കിയ ശ്രീ അവിടെ കണ്ടത് സ്വാതിയായിരുന്നു. അവളോട് ചേർന്നിരിക്കുന്ന ആരൂട്ടനെയും. പുറത്ത് ശ്രീയുടെ കാറ് വന്നു നിന്നതും മധുരിമ ഉമ്മറത്തേക്കിറങ്ങി. ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ശ്രീ ഇറങ്ങി കോ ഡ്രൈവർ സീറ്റിലിരുന്നു. ആരൂട്ടനെ എടുക്കാനാവുമെന്ന് കരുതി മധുരിമ മുറ്റത്തേക്കിറങ്ങി. കാറിൽ നിന്നും മോനെയും എടുത്തിറങ്ങുന്ന വിച്ചുവിനെ കണ്ട് അവർ അമ്പരപ്പോടെ നോക്കി. എന്തെന്നറിയാതെ ആ ചിത്രം അവരുടെ ഉള്ളിൽ പതിഞ്ഞുപോയി. പണ്ടെങ്ങോ വരച്ചു ചേർത്തൊരു ചിത്രമായതിനാലാവും ഇന്നും അത് മിഴിവോടെ തെളിഞ്ഞു വന്നത്. വിച്ചുവിനെ നെഞ്ചോട് ചേർന്നിരുന്ന് ആരൂട്ടൻ ഉറങ്ങിപ്പോയിരുന്നു. ആദ്യത്തെ പകുപ്പ് മാറി മധുരിമ വിച്ചുവിനടുത്തേക്ക് നടന്നു. ശ്രീ ഡോറടച്ച് കാർ പോർച്ചിൽ കൊണ്ടിട്ടു. മോളെങ്ങനെ? കയറി വാ. മധുരിമ അവളുടെ കൈ പിടിച്ച് അകത്തേക്ക് നടന്നു. ആരൂട്ടനെയും കൊണ്ട് അവൾ ആ വീടിൻ്റെ പടി ചവിട്ടിയപ്പോൾ തെക്കേ തൊടിയിൽ നിന്നൊരു മന്ദമാരുതൻ അവളെ തഴുകിപ്പോയിരുന്നു. വിച്ചു പുഞ്ചിരിയോടെ അവരെ നോക്കി. അവനെ ശ്രീയുടെ റൂമിൽ കിടത്താൻ മോളെ. ഇനിയിപ്പോൾ ചെക്കൻ ഇപ്പോഴൊന്നും എഴുന്നേക്കില്ല. വാത്സല്യത്തോടെ ആരൂട്ടനെ നോക്കി മധുരിമ പറഞ്ഞു. ശ്രീയുടെ റൂമിൽ മോനെ ബെഡിൽ കിടത്തി തലയണയെടുത്ത് ഇരുവശത്തും വെച്ചു കൊടുത്ത് വിച്ചു അവൻ്റെ നെറ്റിയിൽ നേർമയായി മുത്തി. ഈ സമയം ഒന്നും ഉറക്കമില്ലാതെ കളിച്ചു നടക്കുന്നവൻ ഇന്ന് വിച്ചുവിൻ്റെ വാത്സല്യ ചൂടിൽ ഉറങ്ങിപ്പോയതാണെന്ന് മധുരിമ മനസ്സിലാക്കിയിരുന്നു. അവരുടെ മിഴികൾ ചുവരിലെ സാദിയുടെ ചിത്രത്തിലേക്ക് നീണ്ടു. അറിയാതെ നിറഞ്ഞുപോയ കണ്ണുകൾ വിച്ചു കാണാതെ തുടച്ചു മാറ്റിയിരുന്നു.
മധുരിമ വിച്ചുവിനെയും കൊണ്ട് ഹാളിലേക്ക് പോയി. നേരത്തെ ഫ്ലാസ്കിലാക്കി വെച്ചിരുന്ന ചായ ശ്രീക്കും അവൾക്കും ഓരോ കപ്പിലേക്ക് പകർന്നു വെച്ചു. അല്ല, ശ്രീമോൾ വരുന്ന കാര്യം നീ എന്താ പറയാതിരുന്നത്? ഞാനൊന്നും ഉണ്ടാക്കിയില്ല, വിഷമത്തോടെ പറഞ്ഞുകൊണ്ട് മധുരിമ വിച്ചുവിൻ്റെ കയ്യിൽ കൈവച്ചു. അത് ഇറങ്ങിയപ്പോഴാണ് ഇവളെ ഞാൻ കൂടെ കൂട്ടിയത്. രാത്രി വിധുവേട്ടൻ വരുന്നതുവരെ അവളുടെ അടുത്തുണ്ടമ്മേ. ശ്രീ പുഞ്ചിയോടെ പറഞ്ഞുകൊണ്ട് വിച്ചുവിനെയും മധുരിമയും നോക്കി റൂമിലേക്ക് പോയി. അപ്പോൾ തന്നെ തിരിച്ചിറങ്ങി വന്ന് അവൾക്കൊരു കവർ എടുത്തു കൊടുത്തു. അവൾ ആ കവറിലും അവനെയും മാറി മാറി നോക്കി. ഇത് സ്വാതിക്ക് വേണ്ടി നേരത്തെ വാങ്ങി വെച്ചതാ. അവൾ ഉടുത്തിട്ടില്ല. താൻ ഫ്രഷായി ഡ്രസ്സ് മാറ്റിയേക്ക്. രാത്രി വരെ ഇരുന്ന് മുഷിയണ്ട. അവൾക്കൊരു നേർത്ത പുഞ്ചിരി നൽകിക്കൊണ്ട് അവൻ റൂമിലേക്ക് തിരികെ പോയി. മധുരിമ ആ കവറിലേക്ക് നോക്കി. കഴിഞ്ഞ ഓണത്തിന് ശ്രീ അവൾക്ക് എടുത്തു കൊടുത്ത സാരിയായിരുന്നു അതിൽ. പക്ഷേ അവളത് ഉടുത്തിരുന്നില്ല. അതിൻ്റെ പേരിൽ രണ്ടുപേരും ചെറുതായൊന്ന് പിണങ്ങുകയും ചെയ്തു. അവർ നെടുവീർപ്പോടെ അവളെ നോക്കി. അപ്പോഴും ആ കവറിൽ നോക്കിയിരിക്കുകയായിരുന്നു അവൾ. അല്ല ആൻറ്റി, എനിക്ക് വേണ്ട, മുഷിഞ്ഞിട്ടൊന്നുമില്ല, വീട്ടിലേക്കല്ലേ പോണേ. അവളുടെ വൈമനസ്യം മധുരിമയ്ക്ക് മനസ്സിലായിരുന്നു. എനിക്കറിയാം മോളെ, ഒരിക്കലും മറ്റൊരാളുടേതായ ഒന്നും നീ സ്വീകരിക്കാറില്ലെന്നും മോഹിക്കാറില്ലെന്നും. പക്ഷേ ഇതവൻ മനസ്സറിഞ്ഞ് തന്നതാ. സ്വാതിക്കെന്തോ ഈ സാരി ഉടുക്കുന്നത് താല്പര്യമില്ലായിരുന്നു. അവളത് തുറന്നു പോലും നോക്കിയിട്ടില്ല. മോൾ എൻ്റെ റൂമിൽ പോയിന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റുക. ഞാൻ നല്ല ചൂട് പഴംപൊരി ഉണ്ടാക്കിത്തരാം. വിച്ചുവിൻ്റെ കവളിൽ തഴുകി പറഞ്ഞുകൊണ്ട് അവർ എഴുന്നേറ്റു. കുറച്ചു നേരം അങ്ങനെ ഇരുന്ന് അവൾ ആ കവറും എടുത്ത് മധുരിമയുടെ റൂമിലേക്ക് നടന്നു. ശാന്തമായി ഉറങ്ങുന്ന ആരൂട്ടനെ നോക്കിക്കൊണ്ട് ശ്രീ തല തുവർത്തിക്കൊണ്ട് നിന്നു.